ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത് വളരെയേറെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മുടെ ബിഗ് ബോസ് മലയാളത്തിനെ പറ്റി, അതായത് അല്ലെങ്കിൽ ബിഗ് ബോസ് ഷോയിനെ പറ്റി ഒരു കാര്യം പറയാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ഈ മലയാളത്തിലാണെങ്കിൽ നമ്മുടെ ഒരുപാട് പേർക്ക് ഈ ബിഗ് ബോസ് ഷോ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഇഷ്ടപ്പെടത്തില്ല എന്നുള്ളത് കാണത്തില്ല, അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേരുണ്ട്. അവർ കേൾക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇങ്ങോട്ടിങ്ങനെ വന്നേക്കുന്നത്. അതായത് നമ്മുടെ വീട്ടിൽ വെച്ചപ്പോൾ നമ്മൾ പറയും, ഒരു ബിഗ് ബോസ് കാണുന്ന ആരെങ്കിലും ഒരാൾ മാത്രമേ കാണത്തുള്ളൂ, അയാൾക്ക് മാത്രമേ ഈ ബിഗ് ബോസ് ഇഷ്ടപ്പെടത്തുള്ളൂ. ബാക്കിയുള്ളതൊക്കെ പറയും ഇത് എന്ത് ഷോ, എനിക്കിഷ്ടപ്പെടുന്നു, ഞാൻ കാണത്തില്ല. അവർക്ക് ഈ ഒരു ഷോ എന്താണെന്നോ അല്ലെങ്കിൽ ഈ ഷോ എന്താണ് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും അവർക്കറിയത്തില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ അറിയണം എന്താണ് ബിഗ് ബോസ് ഷോ. ഈ ഷോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റിയാലിറ്റി ഷോയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുമാത്രമല്ല, ബിഗ് ബോസിൻ്റെ ആ ഒരു കാര്യം നമ്മളൊന്ന് കുറച്ചും കൂടെ ഒന്ന് വിശകലനമായിട്ട് പറയുകയാണെങ്കിൽ ഇത് ബിഗ് ബ്രദർ എന്ന് പറഞ്ഞ ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ളൊരു ഷോയുടെ ഒരു മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, മറാത്തി അങ്ങനെ പോകുന്ന ഓരോ ഭാഷകളിലും ഈ ഒരു ബിഗ് ബോസിൻ്റെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതാണ് ഈ ബിഗ് ബോസ് ഷോ കൊണ്ട് അർത്ഥമാക്കുന്ന ഒരു കാര്യം. അതായത് ബിഗ് ബ്രദർ എന്ന് പറയുന്ന ഒരു ഗെയിം റിയാലിറ്റി ഷോയുടെ ഒരു മലയാള പതിപ്പാണ് നമ്മൾ കാണുന്ന ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ആ ഒരു സംഭവം. അവിടെ ബിഗ് ബ്രദർ ആണെങ്കിൽ ഇവിടെ ബിഗ് ബോസ്, ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഈ ബിഗ് ബ്രദർ എന്ന് പറഞ്ഞ ഈ ഷോ തുടങ്ങിയത് വർഷം 1999 നെതർലാൻഡിലാണ് ഈ ഷോ ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. 2000-ൻ്റെ ഒരു പകുതിയോട് കൂടിയാണ് ഈ ഷോ അമേരിക്കയിലേക്ക് ഭയങ്കര സജീവമായിട്ട് വരുന്നത്. ഈ ഒരു ഷോ ആണെങ്കിൽ ഒരുപാട് വികസിച്ച് വളർന്ന് പല ഫീച്ചറൊക്കെയായിട്ട് മാറിയപ്പോൾ അതിലെ മത്സരാർത്ഥികൾക്ക് ഒരു വിളിപ്പേര് കിട്ടി. ഹൗസ് മേറ്റ്സ് അല്ലെങ്കിൽ ഹൗസ് ഗെറ്റ്സ്, അങ്ങനെ ഒരു വിളിപ്പേരും കിട്ടിയായിരുന്നു. ജോൺ ഡി മോൾ ജൂനിയറാണ് ഈ ഒരു ബിഗ് ബ്രദർ എന്ന് പറഞ്ഞ ഈ ഷോ ആദ്യമായിട്ട് തുടങ്ങുന്നത്. നിലവിലിപ്പോൾ ഈ ഒരു ബിഗ് ബ്രദറിൻ്റെയും ബിഗ് ബോസിൻ്റെയൊക്കെ ഒരു നിർമ്മാണ കമ്പനി ബണീജ എൻ്റർടൈൻമെൻ്റ് ആണ്. ബിഗ് ബ്രദർ ഷോ ആണെങ്കിൽ അമേരിക്കയിൽ സ്റ്റാർട്ട് ചെയ്തത് ജൂലൈ 5, 2000 സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. CBS എന്ന് പറഞ്ഞ കൊളംബിയ ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റമാണ് ഈ ഒരു ബിഗ് ബ്രദർ ഷോ അമേരിക്ക, നെതർലാൻഡ് അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് ആദ്യമായിട്ട് സംപ്രേഷണ ഒരു സംഭവമായിട്ട് പ്രവർത്തിച്ചത്. ഈ ഒരു ചാനൽ മുഖാന്തരമാണ് ഈ ബിഗ് ബോസ് ഷോ അവിടെയൊക്കെ സംപ്രേഷണം TV-യിൽ ആരംഭിച്ചത്. ബിഗ് ബ്രദർ മൊത്തത്തിലാണെങ്കിൽ 27 സീസൺ നടത്തി 945 എപ്പിസോഡും അത് തുടങ്ങിയായിരുന്നു. ജൂലിയ എൻ മൂൺവെയ്റ്റ്സും ലെസ മൂൺവെയ്സും കൂടെ ചേർന്നാണ് ഈ ഷോ ആദ്യമായിട്ട് ഹോസ്റ്റിംഗ് ചെയ്യുന്നത്. ബിഗ് ബ്രദറിൻ്റെ ആദ്യ സീസൺ ജൂലൈ 5, 2000 അമേരിക്കയിൽ ആദ്യമായി സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്രെയ്ഗ് ഫിലിപ്പ് എന്ന് പറഞ്ഞ ആളാണ് ബിഗ് ബ്രദറിൻ്റെ ആദ്യ സീസണിൻ്റെ വിജയി. ബിഗ് ബ്രദറിൻ്റെ 26ാമത്തെ സീസൺ വിൻ ചെയ്തേക്കുന്നത് ചെൽസി ബെഹാം എന്ന് പറഞ്ഞ ഒരു ലേഡിയാണ് 26ാമത്തെ സീസൺ വിൻ ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാൻ പറ്റിയൊരു കാര്യമുണ്ട്. അതായത് ഈ ബിഗ് ബ്രദറിൻ്റെ 5ാമത്തെ സീസണിൻ്റെ വിന്നർ നമ്മുടെ ഇന്ത്യക്കാരിയായ ശില്പ ഷെട്ടിയാണ് ജയിച്ചിരിക്കുന്നത്. ഇനി ഈ ബിഗ് ബ്രദർ ഷോ ഇങ്ങനെ ഭയങ്കര സെറ്റപ്പൊക്കെ ഇത്രയും കാര്യം നടക്കുന്ന സമയത്ത് ഇത് നമ്മുടെ ഇന്ത്യയിലേക്ക് വരികയുണ്ട്. ഇന്ത്യയിലേക്ക് വന്നിട്ട് ഇവിടെ ഹിന്ദി, മറാത്തി, കന്നഡ, തെലുങ്ക്, തമിഴ്, മലയാളം എന്നീ ഭാഷകളിൽ സ്റ്റാർട്ടപ്പ് ചെയ്യുണ്ടായി. ഞാൻ ഒരു കാര്യം പൊതുവെ പറയാം, ഈ ബിഗ് ബോസ് ഷോ ചില ആൾക്കാർക്ക് തോന്നിയത് ഇത് എന്ത് ഷോയാണ്, നമുക്കിത് ഇഷ്ടപ്പെടുന്നില്ലല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞവർക്ക് ഈ ഷോ മൊത്തത്തിൽ കാണാത്ത ആൾക്കാരാണ്. അല്ലെങ്കിൽ ഒരു കാര്യമുണ്ട്, ഈ ഷോ എപ്പോഴും അടിയല്ലേ, പ്രശ്നമല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അതുമാത്രം കാണുന്ന ആൾക്കാരുണ്ട്. അവർ കേൾക്കാൻ വേണ്ടി പറയുകയാണ് ഇതൊരു ഗെയിം ഷോയാണ്, 100 ദിവസം പോകുന്നൊരു ഗെയിം ഷോ, പുറലോകമായിട്ട് ഒരു ബന്ധവുമില്ലാതെ ഹൗസ് മേറ്റ്സ് വരുന്ന മത്സരാർത്ഥികൾ ഒരു വീട്ടിൽ താമസിക്കണം, മൊബൈൽ ഫോണില്ല, TV ഇല്ല, അവർക്ക് ഒരു കാര്യങ്ങളുമില്ല, അവർക്ക് പുറലോകമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ പെർ വീക്കിൽ വരുന്നൊരു ഹോസ്റ്റുമായിട്ട് മാത്രമുള്ള ഒരു കണക്ഷനും കാര്യങ്ങളൊക്കെ. പിന്നെ പ്രേക്ഷകർക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു സംഭവമുണ്ട്. പ്രേക്ഷകർ കൊടുക്കുന്ന വോട്ട് ഏറ്റവും കൂടുതലുള്ള വ്യക്തി ആക്ച്വലി സേവ് ആകും, ഏറ്റവും വോട്ട് കുറവുള്ള ആൾ പുറത്തു പോകും. ഇങ്ങനെയാണ് ഈ ഷോ ഒന്ന് ഡെവലപ്പാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരാഴ്ച തന്നെ ഒരു 5-6 പേരൊക്കെ നോമിനേഷൻ ആവുന്നുണ്ട്. അപ്പോൾ അതിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യും, അതിൽ ഏറ്റവും വോട്ട് കുറഞ്ഞ വ്യക്തിനെ പിടിച്ച് പുറത്താക്കും. അങ്ങനെയാണ് ഈ ഒരു ഹിന്ദി, മറാത്തി, കന്നഡ, തെലുങ്ക്, തമിഴ്, മലയാളം ബിഗ് ബോസ് എല്ലാത്തിലും ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇനി ഹിന്ദി ബിഗ് ബോസ് ആണ് ഇവിടെ ആദ്യമായിട്ട് ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ സീസൺ കഴിഞ്ഞ് പോയ സീസൺ. അതാണ് 18 സീസൺ ബിഗ് ബോസ് ഹിന്ദി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ 18 സീസണിൻ്റെ ഒരു ആങ്കറിങ് ചെയ്തു പോകണം സൽമാൻ ഖാനാണ് ചെയ്തു പോകണം. സൽമാൻ ഖാൻ തന്നെയാണ് ഇന്നും അന്നും ആ ഒരു ഷോ ഹോസ്റ്റ് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ആരൊക്കെയോ ഹോസ്റ്റൊക്കെ മാറുന്നെങ്കിലും ലീഡിംഗ് ആയിട്ട് വന്ന സൽമാൻ ഖാൻ തന്നെയാണ് ഈ ഹോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ബിഗ് ബോസ് ഹിന്ദിയുടെ ആദ്യത്തെ വിന്നർ രാഹുൽ റോയ് എന്ന് പറയുന്നതാണ് ആദ്യം വിന്നറാവുന്നത്. രാഹുൽ റോയാണ് ആദ്യത്തെ വിന്നർ. പിന്നെ 18ാമത്തെ സീസണിലെ വിന്നർ എന്ന് പറയുന്നത് കരൺ വീർ ശർമ്മ എന്നൊരാളാണ് ജയിച്ചിരിക്കുന്നത്. പിന്നെ മറാത്തി ബിഗ് ബോസ് ആണ് പിന്നെയുള്ളത്. മറാത്തി ബിഗ് ബോസിൻ്റെ ഫസ്റ്റ് സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 5, 2018 മറാത്തി ബിഗ് ബോസിൻ്റെ ഫസ്റ്റ് സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ വിന്നർ എന്നത് ഒരു ലേഡി വിന്നറായിരുന്നു,
മേഘ ദാദെ എന്ന് പറഞ്ഞ ആളാണ് ജയിച്ചിരിക്കുന്നത്. മറാത്തി ബിഗ് ബോസിൻ്റെ 5ാമത്തെ വിന്നർ സൂരജ് എന്ന് പറഞ്ഞ ആളാണ് ജയിച്ചിരിക്കുന്ന അയാളാണ് ആ ഒരു മറാത്തി ബിഗ് ബോസ് ജയിച്ചിരിക്കുന്നത്. പിന്നെ കന്നഡ ബിഗ് ബോസ്, ഇനിയുള്ളത് കന്നഡ ബിഗ് ബോസ് ആണ്. മാർച്ച് 24, 2013 ഈ കന്നഡ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്ന സുദീപാണ് ഇതിൻ്റെ ഹോസ്റ്റും കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ആദ്യത്തെ വിന്നർ എന്ന് പറയുന്നത് വിജയ് രാഘവേന്ദ്രനാണ് ഈ ബിഗ് ബോസ് കന്നഡയുടെ ആദ്യത്തെ വിന്നർ. ബിഗ് ബോസ് കന്നഡ ആണെങ്കിൽ 11 സീസൺ സ്റ്റാർട്ടപ്പ് ചെയ്തായിരുന്നു. ഹനുമന്ത ലാമിനി എന്ന് പറയുന്ന ഒരു ആളാണ് ബിഗ് ബോസിൻ്റെ 11ാമത്തെ സീസൺ ജയിച്ചിരിക്കുന്നത്. തെലുങ്ക് ബിഗ് ബോസ് ജൂലൈ 16, 2012 തെലുങ്ക് ബിഗ് ബോസ് അട്ടിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. ശിവബാലാജി എന്നൊരാളാണ് ഈസിൻ്റെ വിന്നർ ആയിരിക്കുന്നത്. ഇത് മൊത്തം 8 സീസൺ ആയിട്ടുണ്ട്. ഇപ്പോൾ 8ാം സീസണിൻ്റെ വിന്നർ നിഖിൽ മല്ലിക്കൽ എന്നൊരാളാണ് ജയിച്ചിരിക്കുന്നത്. നാഗാർജുനയാണ് ഈ ഒരു തെലുങ്ക് ബിഗ് ബോസിൻ്റെ ഹോസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി തമിഴ് ബിഗ് ബോസിൻ്റെ കാര്യം പറഞ്ഞാൽ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന കമൽഹാസനാണ്. പിന്നെ 8ാം സീസണിൽ വിജയ് സേതുപതിയാണ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ BB അൾട്ടിമേറ്റ് എന്നൊരു സംഭവം വന്നായിരുന്നു. അത് നമ്മുടെ സിലബരസൻ സിംബു ആണ് ഈ ഒരു തമിഴ് ബിഗ് ബോസ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ തമിഴ് ബിഗ് ബോസിൻ്റെ ഫസ്റ്റ് സീസൺ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത് ജൂൺ 25, 2012 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ആദ്യത്തെ വിന്നർ എന്ന് പറയുന്നത് ആരവ് എന്നൊരാളാണ് ജയിച്ചിരിക്കുന്നത്. ബിഗ് ബോസിൻ്റെ 8ാമത്തെ സീസൺ വിന്നർ മുത്തുക്കുമറിനാണ് ഏറ്റവും ഒടുവിൽ ജയിച്ചിരിക്കുന്നത്. ഇനി ബിഗ് ബോസ് മലയാളത്തിൻ്റെ കാര്യം പറയാം. ഹോസ്റ്റിംഗ് ചെയ്തിരിക്കുന്ന നമ്മൾ ലാലേട്ടനാണ്. ഈ ബിഗ് ബോസ് മലയാളം സീസൺ 1 ആദ്യമായി സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 24, 2018 ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹോസ്റ്റ് മോഹൻലാലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ബിഗ് ബോസ് മലയാളം സീസൺ 1 ആദ്യത്തെ വിന്നർ സാബുമോനാണ്. ഇപ്പം മൊത്തം 6 സീസൺ ഈ ഒരു ബിഗ് ബോസ് മലയാളം കഴിഞ്ഞിട്ടുണ്ട്. ഈ 6ാം സീസണിലെ വിന്നർ ഒരു സെലിബ്രിറ്റി ബോഡി ട്രെയിനറായ നമ്മുടെ ജിൻഡോ ബോഡി ക്രാഫ്റ്റാണ് ജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ബിഗ് ബോസ് മലയാളത്തിൻ്റെ ഒരു വിന്നറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബിഗ് ബോസ് ഷോനെ സംബന്ധിച്ച് നടന്ന കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ഒരു ബിഗ് ബോസ് ഷോനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു നമ്പർ 1 റിയാലിറ്റി ഗെയിം ഷോയാണ്. നമുക്ക് ഇതിൽ മത്സരിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഒരു സെലിബ്രിറ്റി ആയിരിക്കും, പാട്ടുകാരായിരിക്കും, അങ്ങനെ സമൂഹത്തിൽ പബ്ലിസിറ്റി നിൽക്കുന്ന എന്ന് വെച്ചാൽ ഒരു പ്രശസ്തി ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെയാണ് ഈ ഷോയിൽ കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. പിന്നെ നിലവിലിപ്പം മലയാളം ബിഗ് ബോസും തമിഴ് ബിഗ് ബോസൊക്കെ ചെയ്യുന്നൊരു കാര്യമുണ്ട്. സാധാരണക്കാർക്ക് ഒരു അവസരം കൊടുക്കാറുണ്ട്, ആരെങ്കിലും ഒരാൾക്ക് ഒരു അവസരം കൊടുക്കാറുണ്ട്. അങ്ങനെ തമിഴ് ബിഗ് ബോസിലും മലയാളം ബിഗ് ബോസിലും ഓരോ ആൾക്കാരോട് വന്നായിരുന്നു. മലയാളം ബിഗ് ബോസിലാണെങ്കിൽ ഇപ്പോൾ ഒറ്റ ഒരാളെ എപ്പോഴുള്ളൂ, ഗോപിയാണ് പോയിരിക്കുന്നത്. പിന്നെ നമ്മുടെ തമിഴ് ബിഗ് ബോസിലാണെങ്കിൽ ശിവൻ ഗണേശൻ, അങ്ങനെ ഒട്ടനവധി താരങ്ങളൊക്കെ കോമൺ ആയിട്ടും ഇതിൽ പോയിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ഒരു പുച്ഛമാണ് ഈ ഒരു ബിഗ് ബോസ് ഷോ. എന്താണ് ഈ ഷോ എന്നൊക്കെ പിന്നെ അടി പിടിക്കാരനൊക്കെ ഞാൻ ഒരു കാര്യം പറയാം, അതിനും എനിക്ക് അത്ര യോജിപ്പും കാരണമാണ്. പക്ഷേ അതവിടെ നിൽക്കാൻ നേരത്തുണ്ടാകുന്ന ഒരു സംസാര വിഷയങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെയാണ് ഈ ഒരു ഷോയിൽ വരുന്നത്. അപ്പോൾ അതല്ലാതെ അവരൊരിക്കലും ഒരു റിയാലിറ്റി കിടന്ന് അടി ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ അങ്ങനെ വന്നു പോകണം. അതൊരു റിയാലിറ്റി ഷോ എന്ന കാര്യങ്ങളൊക്കെ അറിയാം. അത് സ്വാഭാവികമായിട്ടും വരും. കാരണം ഒരു 100 ദിവസമൊക്കെ ഒരാളെ വിട്ടു പിടിച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ എന്താണെന്നുള്ള ഒരു സംസാര വിഷയങ്ങളും തർക്കങ്ങളൊക്കെ പൊതുവെ ഉണ്ടാവും, മനുഷ്യന്മാരല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ബിഗ് ബോസിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ കാണപ്പെടുന്നത്. സോ ആ ഒരു കാര്യം വെച്ച് നമ്മുടെ ബിഗ് ബോസ് ഷോ നിങ്ങൾ ആരും കാണാത്തൊരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടാത്ത വ്യക്തിയാണെങ്കിൽ അവരറിയാൻ വേണ്ടി പറയുകയാണ്. ഇതൊരു ബെസ്റ്റ് ഒരു റിയാലിറ്റി ഗെയിം ഷോയും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ മസ്റ്റായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക, കണ്ട് പ്രോത്സാഹനം കൊടുക്കുക. നമ്മുടെ ഒരു ബിഗ് ബ്രദർ പോലെ ഒരു ഇൻ്റർനാഷണൽ ഷോ നമ്മുടെ ഇവിടെ ഭാഷയിൽ വന്നിട്ട് ഇത്രയും നമ്മളൊരു സ്വീകാര്യത കൊടുക്കുന്നതൊക്കെ എന്തൊരു മ്ലേച്ഛമായ ഒരു കാര്യമാണ്. ആ ഒരു കാര്യം വെച്ച് നിങ്ങൾ ഈ ഷോ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇതിൻ്റെ ഒരു വൈബും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ശ്രമിക്കുക. ഒരൊറ്റ സീസൺ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത സീസൺ ഇതിൻ്റെ ഒരു ഫാൻ ബേസും കാരണം കയ്പം നമ്മുടെ ലാലേട്ടനാണ് ഹോസ്റ്റും. കാരണം നമുക്കിവിടെ ചെയ്യുന്ന ഈ 7ാമത്തെ സീസൺ ഇനി വരാൻ വേണ്ടി പോവുകയാണ്. അത് നമ്മുടെ ലാലേട്ടനാണ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആ ഒരു കാര്യം വെച്ച് ഇതൊക്കെയാണ് ബിഗ് ബോസിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. സോ ആ ഒരു കാര്യം വെച്ച് മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു ബിഗ് ബോസ് കാണാൻ വേണ്ടി ശ്രമിക്കുക, എൻജോയ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിലും ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും ഇപ്പോൾ ബിഗ് ബോസ് അവൈലബിൾ ആണ്. എല്ലാ ഭാഷയിലും ബിഗ് ബോസ് ഒറ്റ കുടക്കീഴ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാർ ഇപ്പം ആ ഒരു കാര്യം തുടങ്ങിയിരിക്കണം. സോ ആ ഒരു കാര്യം വെച്ച് ഇതാണ് നമ്മുടെ ബിഗ് ബോസിനെ പറ്റി, ബിഗ് ബ്രദറിനെ പറ്റി എനിക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ. നിങ്ങൾ ഈ 7ാം സീസൺ തൊട്ട് ഈ ഒരു ബിഗ് ബോസ് ഷോ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇത്രയുള്ളൂ പറഞ്ഞായിട്ട്.